ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആ നരകം ഹറാമാക്കിയതാകുന്ന ആളുകൾ 3 എണ്ണമാണ്. നരകത്തെ നമ്മുടെ കണ്ണുകൊണ്ട് കാണിക്കരുതെന്ന് എപ്പോഴും ദുആ ഇരക്കണം. നരകത്തെ കണ്ണുകൊണ്ട് കാണിക്കരുതെന്ന് ദുആ ഇരക്കണം. നരകത്തെ നാളെ മഹ്ശറിൽ കാണും. ആ രംഗം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാണ്, അതിന്റെ CD കേട്ടവരുണ്ട്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. മഹ്ശറിലേക്ക് വരുന്ന നരകത്തിന്റെ കോലവും കെട്ടിവലിച്ചുകൊണ്ട് വരുന്നതാകുന്ന രംഗങ്ങളും ഒക്കെ കഴിഞ്ഞ പ്രാവശ്യം വിശദീകരിച്ചതാണ്. ആ നരകത്തെ തൊട്ട് കാണാതെ രക്ഷപ്പെടുന്നത് 3 കണ്ണുകളാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി, അഥവാ അവർ നരകത്തിൽ പ്രവേശിക്കൂല എന്ന് ഹബീബ് റസൂലുള്ളാഹി. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാസുൻ لا ترى أعينهم النار. 3 കൂട്ടർ അവർ നരകത്തെ കാണൂല സാബ, അഥവാ അവർ നരകത്തിൽ പ്രവേശിക്കുകയില്ല സാബ, അവർ നരകത്തിൽ കടക്കുകയില്ല സാബ. ആ 3 കൂട്ടർ ആരാണ്? അവരെ നമ്മൾ വിശദീകരിക്കാൻ ഈ സദസ്സിലൂടെ. ആരൊക്കെയാണ്? 1, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ ആദ്യമായി പറഞ്ഞത്, ഐനുൻ ഗല്ലത്ത് അൻ മഹാരിമില്ലാഹ്, ഐനുൻ ഗല്ലത്ത് അൻ മഹാരിമില്ലാഹ്. ഹറാമ കാണുന്നതിനെ തൊട്ട് കണ്ണിനെ സൂക്ഷിച്ചതാകുന്ന ഏത് വ്യക്തികളുണ്ടോ, ഏതൊക്കെ കണ്ണുകളുണ്ടോ, അവർ നരകത്തെ കാണൂല, അവർ നരകത്തിൽ കടക്കൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവേ, ഞങ്ങൾ അത്തരത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. നരകത്തെ കാണാത്തതാകുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്ര മോശപ്പെട്ട കണ്ണാണ് നമ്മുടെ കണ്ണുകൾ, എത്ര ഹറാമാണ് നമ്മൾ ജീവിതത്തിൽ കണ്ടു തീർക്കുന്നത്. പരിശുദ്ധമായ ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഖുർആനുകൾ നമ്മുടെ ജീവിതത്തിലില്ല, ദിക്റുകൾ നമ്മുടെ ജീവിതത്തിലില്ല. പഴയ കാലഘട്ടത്തിൽ പൊലിമയ്ക്ക് വേണ്ടി പറഞ്ഞിരുന്നതായിരുന്നു സീരിയൽ കാണുന്നതിരുന്നതെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇന്ന് തീർച്ചയായിട്ടും സ്ത്രീകൾ സീരിയലിന് അടിമപ്പെട്ടില്ലയോ? സിനിമയുടെ ലോകത്തേക്ക് സഹോദരങ്ങൾ മാറിയില്ലയോ? ജിയോ സിം ഇറങ്ങിയത് മുതൽ എല്ലാ ദിവസവും യൂട്യൂബിലൂടെ പ്രഭാഷണങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്നത് കേൾക്കേണ്ടതിന് പകരം എല്ലാ ദിവസവും സിനിമ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് കണ്ടു തീർക്കുന്ന ചെറുപ്പക്കാരില്ലയോ? യുവാക്കളില്ലയോ? എത്ര ജിയോ സിമ്മാണ് ഈ നാട്ടിലുള്ള സഹോദരങ്ങൾ വാങ്ങിയത്? എത്ര സഹോദരങ്ങളാണ് അശ്ലീലമാകുന്ന സിനിമകൾ കാണുന്നത്? അശ്ലീലമാകുന്ന സിനിമാ ഗാനങ്ങൾ പാതിരാത്രി സമയത്ത് ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് അവൻ നരകത്തെ തൊട്ട് കാവൽ ചോദിച്ചുകൊണ്ട് കടക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അല്ലാഹുവിന്റെയും പ്രവാചകന്റെയും വചനങ്ങളെ തൃണവൽഗണിച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് അശ്ലീലമാകുന്ന സിനിമാ ഗാനങ്ങൾ കേട്ടുകൊണ്ടും സിനിമാ ഗാനങ്ങൾ കണ്ടുകൊണ്ടും അവന്റെ കണ്ണും കാതും നശിപ്പിച്ചില്ലയോ? നരകത്തെ വിലക്ക് വാങ്ങുകയല്ലയോ? നരകത്തെ വിലക്ക് വാങ്ങുകയല്ലയോ? എത്രയോ സഹോദരങ്ങളാണ്, എത്രയോ സഹോദരിമാരാണ് കാമുകന്മാരുമായി ബൈക്കിന്റെ പിന്നാമ്പുറത്ത് അഴീക്കോടിന്റെ ബീച്ച് വരാന്തയിലൂടെ കറങ്ങി നടക്കുന്നില്ലയോ? പരിശുദ്ധമാക്കപ്പെട്ട ദിക്റിന്റെ മജ്‌ലിസുകളെ, വാദിന്റെ മജ്‌ലിസുകളെ തൃണവൽഗണിച്ചില്ലയോ? ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, സ്വഹാബാ സ്വഹാബാ ലാ തുസ്കിനൂഹുന്ന ഫിൽ ഗുറഫാ. സഹാബത്തെ സഹാബത്തെ, നിങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന പെൺമക്കളെ ഒറ്റയ്ക്ക് ഒരു റൂമിൽ നിങ്ങൾ താമസിപ്പിക്കരുതേ. 1400 വർഷം മുമ്പ് അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനമാണ്. ഇന്ന് സമുദായത്തിൽ നടക്കുന്ന വിപത്തുകളതല്ലയോ? വഅലിന് വേണ്ടി മക്കളെ ക്ഷണിക്കുമ്പോ എനിക്ക് തലവേദനയാണ് ഉമ്മ, എനിക്ക് കൈകാലുകൾ കടച്ചിലാണ് ഉമ്മ, എനിക്ക് ഒരുപാട് ഹോംവർക്കുകൾ ചെയ്യാനുണ്ട് ഉമ്മ,
എനിക്ക് പരീക്ഷ അടുത്തിരിക്കുകയാണ്, എക്സാമിന് പഠിക്കാനുണ്ട് ഉമ്മ എന്ന കളവ് പറഞ്ഞുകൊണ്ട് പരിശുദ്ധമാക്കപ്പെട്ട മതവിജ്ഞാന വേദിയിലേക്ക് വരാതെ വീട്ടിലിരിക്കുന്ന 8ാം ക്ലാസ്സിലുള്ള 9ലുള്ള 10ലുള്ള +2വിലുള്ള ബികോം പഠിക്കുന്നതാകുന്ന പെൺമക്കളെ ശ്രദ്ധിക്കണേ ഉമ്മമാരെ. വഅലിന്റെ ഇടയിൽ പോയി നോക്കിയാൽ ഹറാമായിരിക്കും അവർ ചെയ്യുന്നത്. വാട്സാപ്പിലൂടെ തന്റെ കാമുകനുമായിട്ടുള്ള ചാറ്റിംഗ് ആണ്. കാരണം വാപ്പയുടെ ഫോൺ കയ്യിൽ കൊടുത്തിരിക്കുകയാണ്. മക്കൾക്ക് സർവ്വ സ്വാതന്ത്ര്യമാണ്. ജനിച്ച കുട്ടികളുടെ കയ്യിൽ പോലും ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ കൊടുക്കാൻ മടിയില്ലാതെ അവളെ മൊബൈൽ ഫോണിന്റെ അടിമയാക്കി മാറ്റാൻ മടിയില്ലാത്ത മാതാപിതാക്കളെ, ലജ്ജിക്കണേ. ഇന്നത്തെ മക്കള് പോകുന്നത് മോശപ്പെട്ട തലത്തിലേക്കല്ലയോ? ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ലാ തുസ്കിനൂഹുന്ന ഫിൽ ഖുറഫാ, ഒറ്റയ്ക്ക് ഒരു റൂമിൽ പ്രായപൂർത്തിയെത്തിയ പെൺമക്കളെ നിങ്ങൾ താമസിപ്പിക്കരുതേ. നബിയുനാ റസൂലുള്ളാഹി. പലരും വീട്ടിൽ മൂന്നാമതൊരു റൂം പിടിക്കുമ്പോ തന്റെ പ്രിയപ്പെട്ട പെൺമക്കളെ ഒരാളെ മാത്രമായി അതിൽ താമസിപ്പിക്കുന്നത് അപകടത്തിലേക്ക് വഴിതിരിച്ചു വിടുമേ. വാപ്പയെ അറിയാതെ ഉമ്മ അറിയാതെ പാതിരാത്രിയുടെ സമയത്ത് തന്റെ കയ്യിലുള്ള മൊബൈൽ ഫോൺ പുതപ്പിന്റെ മറയിലാക്കിയിട്ട് തന്റെ കാമുകനുമായി ചാറ്റിംഗ് ആണ്. ആ കാമുകൻ അവളോട് ആവശ്യപ്പെടുന്നത് അവരുടെ ശരീരത്തിലേതാകുന്ന നഗ്നമാകുന്ന ഫോട്ടോകളാണ്. തന്റെ സ്വന്തം മോന്തയുടെ ഫോട്ടോ, മുഖത്തിന്റെ ഫോട്ടോ അയച്ചു കൊടുത്ത പെണ്ണിനോട് പിന്നെ നിർബന്ധം ചെലുത്തുന്നത്, പെണ്ണേ നിന്റെ ശരീരത്തിന്റെ മാറിടം എനിക്കൊന്ന് കാണണം, നിന്റെ ശരീരത്തിലേതാകുന്ന നഗ്നമാകുന്ന ഭാഗങ്ങൾ എനിക്കൊന്ന് കാണണമെന്നാണ്. പാവപ്പെട്ട പെണ്ണിനറിയില്ല അവളെ വഞ്ചിക്കാനുള്ള തയ്യാറെടുപ്പാണെന്ന് ആ പെണ്ണറിയുന്നില്ല. അവൾ ഓർക്കുകയാണ്. വാപ്പ അറിയാത്ത ഈ ബന്ധം, ഉമ്മ അറിയാത്ത ഈ ബന്ധം അപകടം വരുത്താൻ ചാൻസ് ഇല്ല. കാരണം എന്റെ പ്രിയപ്പെട്ട കാമുകനുള്ളതാണ് എല്ലാം. എന്നെങ്കിലും ഒരു ദിവസം അവനിലേക്ക് ഞാൻ ഇഴുകിച്ചേരാനുള്ളതാണ്, അവനുമായിട്ട് ബന്ധപ്പെടാനുള്ളതാ, അവനെന്നെ സമർപ്പിക്കാനുള്ളതാണ്. അതുകൊണ്ട് അവന് വേണ്ടിയുള്ള ഈ അവയവങ്ങൾ അവൻ കാണുന്നതിൽ തെറ്റില്ല എന്ന് മനസ്സിലാക്കിയിട്ട് വാപ്പറിയാതെ ഉമ്മറിയാതെ മൊബൈൽ ഫോൺ എടുത്തുകൊണ്ട് നഗ്നമാകുന്ന ഫോട്ടോകൾ കാമുകന് ഷെയർ ചെയ്യുന്ന പെങ്ങളെ, അപകടമല്ലയോ? ആ കാമുകൻ പിന്നീട് ആ ഫോട്ടോ മോർഫിംഗ് ചെയ്തിട്ട് നിന്റെ നഗ്നമാകുന്ന ഫോട്ടോകൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യും, യൂട്യൂബിൽ ഇടുമെന്ന് പറയുമ്പോ അത് ജനങ്ങൾ കണ്ട് വൈറലാകുമെന്ന് അറിയിക്കുമ്പോ ഈ പാവപ്പെട്ട പെൺകുട്ടി വശംവദയാവുകയാണ്. എവിടെയാണ് ഞാൻ വരേണ്ടത്? ഏത് സ്ഥലത്താണ് ഞാൻ വരേണ്ടത്? എന്ത് ഹോട്ടലിലാണ് ഞാൻ വരേണ്ടത്? ഏത് മോട്ടലിലാണ് ഞാൻ വരേണ്ടത്? ഏത് ബീച്ച് റോഡിലാണ് ഞാൻ വരേണ്ടത്? എവിടെ വേണമെങ്കിലും വരാമെന്ന് പറഞ്ഞുകൊണ്ട് ആ പാവപ്പെട്ട മുസ്ലിം പെണ്ണ് ഇറങ്ങി പോവുകയല്ലയോ? ഇത് പറയാനുള്ള കാരണം എന്താണ്? ഇന്നലെ ഈ വാഴ നടക്കുന്ന ഇതേ സദസ്സിൽ വെച്ചുകൊണ്ട് തന്നെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൊട്ടപ്പുറത്തുള്ളതാകുന്ന സ്ഥലത്ത് വെച്ചുകൊണ്ട് പർദ്ദ ധരിച്ചതാകുന്ന ഒരു പച്ച മനുഷ്യനെ ഇന്നലെ പിടിച്ചു അത്രേ. ഇന്നലെ ഒരു പുരുഷനെ പിടിച്ചു അത്രേ. അവൻ പർദ്ദ ധരിച്ചുകൊണ്ട് കടന്നു വന്നവനാ. ചിന്തിക്കണേ, എന്തിനു വേണ്ടിയാണ് അവനെ പിടിച്ചു നിർത്തി ചോദിച്ചപ്പോ അവൻ വെളിപ്പെടുത്തുകയാ, ഈ വഅദ് കേൾക്കാൻ വന്ന ഒരു പെണ്ണുമായി ഞാൻ ഇഷ്ടത്തിലാണ്, അവളുമായി ഒളിച്ചോടാനുള്ള തയ്യാറെടുപ്പാണ് ഞങ്ങൾ നടത്തുന്നതെന്ന് പറയുമ്പോ അഴീക്കോടുള്ള ഉമ്മ ഉപ്പ ജാഗരൂകരാകണേ. ശ്രദ്ധിക്കണേ. നമ്മുടെ മക്കളെ കഴുകന്മാര് കൊത്തിക്കൊണ്ടുപോകാൻ, റാഞ്ചിക്കൊണ്ടുപോകാൻ പരുന്തിന്റെ മക്കൾ വന്നുകൊണ്ട് നിൽക്കുകയാണ്. ഇതര സമുദായത്തിലെ സഹോദരങ്ങളോടൊപ്പം എത്ര മുസ്ലിം സഹോദരിമാരാണ് ഓടിപ്പോയത്? മതമൈത്രിയും മതസ്നേഹവും നമുക്ക് വേണം. അത് നിലനിൽക്കുന്ന നാടാണ്. അത് നിലനിൽക്കാൻ പരിശ്രമിക്കുന്ന സംഘാടക സമിതിയാണിത്. അത് നിലനിർത്തിക്കൊണ്ടു പോകാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഉസ്താദാണ്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ മതമൈത്രിയും മതസ്നേഹവും അന്യന്റേതാകുന്ന ബീജത്തുള്ളികൾ നമ്മുടെ പ്രിയപ്പെട്ട മക്കളിൽ നിക്ഷേപിച്ചിട്ടാകരുതേ. നമ്മുടെ പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയെ അവൻ അടിച്ചുകൊണ്ട് പോയിട്ടാകരുതേ. അത്തരത്തിലുള്ള സ്നേഹമോ മതമൈത്രിയോ നമുക്കാവശ്യമില്ല. ഹബീബായ നബി തങ്ങൾ തന്റെ പ്രിയപ്പെട്ട അനുയായികൾ
തങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഇയ്യാകും വൽ ജുലൂസ മഅന്നിസാ. സഹാബാ സഹാബാ നിങ്ങൾ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ. വൽ ജുലൂസ മഅന്നിസാ, അന്യ പെണ്ണുങ്ങളുമായി തനിച്ചിരിക്കുന്നതിനെ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. തഹ്ദീറിന്റെ ലഫ്ളാണ് ഇയ്യാക ഇയ്യാക ഇയ്യാക, നീ സൂക്ഷിക്കണേ മുഹമ്മദ് റസൂലുള്ളാഹി. വൽ ജുലൂസ മഅന്നിസാ, അന്യ പെണ്ണുങ്ങളുമായി തനിച്ചിരിക്കുന്നതിനെ സൂക്ഷിക്കണേ മുഹമ്മദ് റസൂലുള്ളാഹി. നമ്മുടെ പെണ്ണുങ്ങൾ എവിടെയാ പോകുന്നത്? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അവർക്കൊരു ബോധമില്ല, ഒരു ബോധമില്ല, ചിന്തയില്ല. എന്താണ് ഇവർ ആവശ്യപ്പെടുന്നത്? എന്താ ആവശ്യപ്പെടുന്നത്? സുന്ദരമാകുന്ന ജീവിതമാണോ? ഈ വാപ്പ പ്രവാസ ലോകത്ത് അറബിയുടെ ചാട്ടവാറടി കൊണ്ട് മരുഭൂമിയിൽ പൊരുവയലത്ത് കഷ്ടപ്പെടുന്നത് ഈ മക്കൾക്ക് വേണ്ടിയല്ലേ? ഈ വാപ്പമാര് കടലിന്റെ ആഴിയിൽ പോയിട്ട് മുത്തോ പവിഴോ എന്ത് വേണമെങ്കിലും വാങ്ങിച്ചോണ്ട് വരും, മക്കൾക്ക് വേണ്ടിയല്ലേ അവർ കഷ്ടപ്പെടുന്നത്? എന്നിട്ട് ആ വാപ്പായ ഉമ്മയെ മറക്കുന്നവർ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മക്കളെ അല്ലാഹു സാലിഹത്തിൽ ഉൾപ്പെടുത്തട്ടെ. എവിടെ എത്തിപ്പോയി? 18 വയസ്സുവരെ തേനെ പാല എന്ന് വളർത്തുന്നതാകുന്ന മക്കൾ പാപ്പായ ഉമ്മായും യാതൊരുവിധ ലജ്ജയില്ലാതെ, ഇതൊക്കെ ഉസ്താദുമാർ എത്ര വാത് പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. നിങ്ങളുടെ ശരീരം മാത്രമാണ് അവർ ലക്ഷ്യം വെക്കുന്നത്. വല്ലാഹി സുമ്മ വല്ലാഹി, ഈ സദസ്സ് സാക്ഷിയാണ്, ആയിരക്കണക്കിന് ആളുകളും സാക്ഷിയാണ്. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, കുമ്മനം ഉസ്താദ് തുറന്നടിച്ചു പറയുന്നു, നിങ്ങൾക്ക് ഓർമ്മപ്പെടുത്തിക്കൊള്ളുക, നിങ്ങളുടെ ഹൃദയത്തിൽ ഉരുടവനാക്കുക, നിങ്ങളുടെ ശരീരത്തെ മാത്രമാണ് അവർ ലക്ഷ്യമാക്കുന്നത്, അല്ലാതെ മറ്റൊന്നുമല്ല. നിങ്ങളുടെ ശരീരം മാത്രമാണ്. എത്ര ഉദാഹരണങ്ങളാണ്, എത്ര ഉദാഹരണങ്ങളാണ് നമുക്ക് മുന്നിൽ. നിങ്ങളുടെ ശരീരത്തെ തിന്നു കഴിയുമ്പോൾ എവിടെയെങ്കിലും റെയിൽവേ ട്രാക്കിൽ വലിച്ചങ്ങോട്ടെറിയും, എവിടെയെങ്കിലും കഴുത്തെ കെട്ടി തൂക്കും, ഏതെങ്കിലും ഓടയിലേക്ക് വലിച്ചെറിയും, കൊന്നു തള്ളും, ശ്വാസം മുട്ടിച്ച് കൊന്നുകളയും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ മക്കൾക്ക് അത്തരത്തിലുള്ള ദാരുണമാകുന്ന മരണത്തെ തൊട്ട് അല്ലാഹു ആക്കട്ടെ. ഇതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പോലും മുസ്ലിമീങ്ങൾ ഇതൊക്കെ പത്രമാധ്യമങ്ങളിലൂടെ, ദൃശ്യമാധ്യമങ്ങളിലൂടെ, വാട്സാപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ ഒക്കെ എത്രയെത്ര ഉദാഹരണങ്ങൾ ഡെയിലി കണ്ടുകൊണ്ടിരിക്കുക, എന്നിട്ടും പഠിക്കുന്നില്ല നമ്മുടെ സഹോദരിമാർ. എന്താണ് ഈ പ്രേമം? എന്ത് പ്രേമം? നിങ്ങളൊരു 10 സ്വലാത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ചൊല്ലി, എന്ത് കൂലിയാണ്! ആ പ്രവാചകനെ സ്നേഹിച്ച എത്ര വലിയ സ്നേഹമാണ്. അള്ളാഹുവിനെ സ്നേഹിക്ക്, ഒരു ചാണങ്ങോട്ട് സ്നേഹിച്ചാൽ ഒരു അടി ഇങ്ങോട്ട് സ്നേഹിക്കുന്നവരല്ലേ അള്ളാഹു. ഖുദ്സിയായ ഹദീസിൽ രേഖപ്പെടുത്തിയില്ലേ, എന്താ അള്ളാഹുവിനെ സ്നേഹിച്ചാൽ? എന്തിനാ നിങ്ങൾ മറ്റുള്ളവരെ? നിങ്ങളുടെ കാര്യങ്ങൾ നടത്തി തരുന്ന റബ്ബ്, നിങ്ങളുടെ കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതാകുന്ന റബ്ബ്, റബ്ബിലേക്ക് നിങ്ങൾ കൈനീട്ടി പ്രവാചകനെ ഇതിന് അടയാളാക്കി നിങ്ങളുടെ കാര്യങ്ങൾ പറയുന്ന അള്ളാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ പോകുന്നത്? അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇയ്യാകും വൽ ജുലൂസ മഅന്നിസാ, പുരുഷന്മാരെ നിങ്ങൾ സൂക്ഷിക്കണം, അന്യ പെണ്ണിനോടൊപ്പം തനിച്ചിരിക്കുന്നത് സൂക്ഷിക്കണം. ഒരു സഹാബി എണീറ്റ് നിന്നുകൊണ്ട് നബിയോട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ് അഫറഅയ്തൽ ഹംവാ അഫറഅയ്തൽ ഹംവാ, നബിയേ നബിയേ ഞങ്ങൾ സൂക്ഷിക്കാം നബി, പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. അഫറഅയ്തൽ ഹംവാ, ഒരു പെണ്ണിന് അവളുടെ ഭർത്താവിന്റെ ജ്യേഷ്ഠനും അനുജനുമായി തനിച്ചിരിക്കുന്നത് കൊണ്ട് കുറ്റമുണ്ടോ? നല്ലൊരു ചോദ്യമാണ്, നല്ലൊരു ചോദ്യമാണ്. ഇവിടെ ശ്രദ്ധിക്കുക, നല്ലതുപോലെ ശ്രദ്ധിക്കുക, നല്ലതുപോലെ ശ്രദ്ധിക്കുക. സഹാബികൾ ചോദിച്ചു പോയി. അങ്ങനെ അള്ളാന്റെ റസൂലിന്റെ അടുക്കൽ ചോദിച്ചത് നല്ല ചോദ്യമാണ്. ഒരു കുടുംബത്തിൽ ഒന്നായിട്ട് കഴിയാണ്, ഭർത്താവിന്റെ അനുജൻ, ഭർത്താവിന്റെ ജ്യേഷ്ഠൻ, ഇവരുമായിട്ട് പെണ്ണിന്, ഭർത്താവിന്റെ ഭാര്യയ്ക്ക്, അതെ ഈ സഹോദരന്റെ ഭാര്യയ്ക്ക് തനിച്ചിരിക്കാൻ പറ്റുമോ? ഒറ്റയ്ക്കിരിക്കാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ? ബൈക്കിൽ, കാറിൽ, ഒറ്റയ്ക്കൊരു റൂമിൽ, വീട്ടിൽ കുഴപ്പമില്ല, ഒരു റൂമിലാണ് ഭാര്യയെങ്കിൽ പ്രശ്നമല്ല, ഒരു റൂമിൽ ഒറ്റയ്ക്ക് പറ്റുമോ? ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അത്രേ, അൽ ഹംവു അൽ മൗത്, അൽ ഹംവു അൽ മൗത്, അൽ ഹംവു അൽ മൗത്.
സഹാബാ സാബാ അൽ ഹംമു വൽ മൗത്. സ്വന്തം ഭർത്താവിന്റെ ജ്യേഷ്ഠനാകട്ടെ അനുജനാകട്ടെ അവനുമായി തനിച്ചിരിക്കാൻ പെണ്ണിന് പറ്റൂല, ഇസ്ലാം അനുവദിക്കുകയില്ല. ഇന്ന് എത്രയെത്ര ചെറുപ്പക്കാരാണ്, എത്രയെത്ര സഹോദരിമാരാണ് ഇതിൽ ശ്രദ്ധിക്കാതെ പോകുന്നവർ. സ്വന്തം ഭർത്താവിന്റെ അനുജനാണ്, ഭർത്താവിന്റെ ജ്യേഷ്ഠനാ, ഒന്നിച്ചിരുന്നു കൊണ്ട് തോളത്ത് കൈവച്ചുകൊണ്ട് യാത്ര ചെയ്യുകയല്ലയോ, യാത്ര ചെയ്യുകയല്ലയോ, ഹറാമല്ലയോ, ഹറാമല്ലയോ. പാവപ്പെട്ട ഭർത്താവ് പ്രവാസ ലോകത്താണ്, അവൾക്ക് വേണ്ടി അവരുടെ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുകയാണ്. അവൾ ഇവിടെ അനുജന്റെ കൂടെ, ജ്യേഷ്ഠന്റെ കൂടെ, അല്ലെങ്കിൽ മറ്റുള്ള സഹോദരങ്ങളുടെ കൂടെ യാത്ര നടത്തുകയാ. ഹറാമാണ്, ഹറാമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവിന്റെ ജ്യേഷ്ഠനും ഇതിനും എങ്ങനെ വഴിതെറ്റൂലല്ലോ പലരും. തെറ്റും ആരായി പറയുന്നത്? നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂൽ പറ തെറ്റും. എപ്പോഴാണ് പിശാച് ഇടയിൽ കടന്നു വരുന്നത്? നിങ്ങളുടെ മനസ്സ് ശുദ്ധമായിരിക്കും, പക്ഷെ പിശാച് ഇടയിൽ കയറിയാൽ അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ, പിന്നെ അവിടെ ഉണ്ടാകുന്ന അപകടം പറയണ്ട. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ഒരാണും ഒരു പെണ്ണും കൂടി തനിച്ചാൽ ഇല്ലാ വദഖല ബൈനഹുമ ശൈത്താൻ, അവർക്കിടയിൽ പിശാച് പ്രവേശിക്കുമത്രേ. ഇല്ലാ വസാലിസുഹുമ ശൈത്താൻ. മറ്റൊരു റിവായത്തിൽ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്, അവർക്കിടയിൽ മൂന്നാമതായി കടന്നു വരിക. ഒരാണും പെണ്ണും തനിച്ചിരുന്നാൽ ഭർത്താവിന്റെയും ഭാര്യയുടെയും കാര്യമല്ല, കാമുകി-കാമുകന്മാരായി മറ്റൊരു അന്യ പെണ്ണുമായി പരപുരുഷന്മാര് തനിച്ചിരിക്കുമ്പോ അവർക്കിടയിൽ മൂന്നാമതായി കടന്നു വരുന്നത് പിശാചായിരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊക്കെ റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ലേ, ദഅമാ യരീബുക ഇലാ മാ ലാ യരീബുക. അതുകൊണ്ടല്ലേ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ രണ്ട് പത്നിമാർ, ഭാര്യമാർ നിൽക്കുന്ന സന്ദർഭത്തിൽ പള്ളിയുടെ ചാരത്തിരുന്നുകൊണ്ട് നബി തങ്ങൾ ഇങ്ങനെ വർത്താനം പറയുക. അപ്പൊ രണ്ട് സ്വഹാബികൾ അതിലേക്കൂടെ പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഫിയ ബീവി മാത്രമാണെന്നോ ഹദീസിലുണ്ട്. അങ്ങനെ ആ ഭാര്യയോട് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. രണ്ട് സ്വഹാബികൾ അതിലേക്കൂടെ പോയി. അള്ളാന്റെ റസൂൽ ആരോട് വർത്താനം പറയുന്നുണ്ട് എന്നിവർക്ക് മനസ്സിലായി. വരുന്നാലും അങ്ങോട്ട് നടന്നങ്ങോട്ട് പോകുമ്പോൾ റസൂലുള്ള ഭാര്യയെ പറഞ്ഞു വിട്ടിട്ട് ഇവരെ രണ്ടുപേരെയും ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, സ്വഹാബത്തെ, അതാരാണ്? എന്റെ ഭാര്യ സഫിയയാണ്, എന്റെ ഭാര്യ സഫിയാൻ. സ്വഹാബത്ത് ആശ്ചര്യപ്പെട്ടു, നബിയെ, ഞങ്ങൾ അങ്ങയെ കുറിച്ച് മോശം ധരിച്ചു പോവോ? ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. അങ്ങയെ കുറിച്ച് ഒരിക്കലും ഞങ്ങൾ മോശം ധരിക്കൂല. ഞങ്ങൾക്കറിയാം അനുവദിക്കപ്പെട്ട ഏതോ സ്ത്രീകളുമായി വർത്താനം പറയുകയാണ് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് വേണ്ട. ഇന്ന ശൈത്താന യജ്രി മജ്റദ്ദമി, രക്തം സഞ്ചരിക്കുന്ന ഭാഗത്തിലൂടെയൊക്കെ പിശാച് നടക്കും, അതുകൊണ്ടൊരു തെറ്റിദ്ധാരണ വേണ്ട. അതിനാ ഞാനത് പറഞ്ഞത് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. സൂക്ഷിക്കണം, സൂക്ഷിക്കണം നമ്മുടെ ജീവിതത്തിൽ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിൽ ആദ്യമായി സൂക്ഷിക്കേണ്ടത് എന്താ? കണ്ണാണ്, കണ്ണാണ്. പല സഹോദരിമാരുടെയും തെറ്റിദ്ധാരണയുണ്ട്, പുരുഷന്മാർക്ക് ഞങ്ങളെ കാണാൻ പാടില്ല, ഞങ്ങൾക്ക് അവരെ അങ്ങോട്ട് കാണാം. ഇതാണ് സഹോദരിമാരുടെ ഒക്കെ തെറ്റിദ്ധാരണ, അല്ലേ? അതുകൊണ്ടാണല്ലോ വീട്ടിൽ ഒരാൾ കോളിമ്പൽ അടിച്ചു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ എന്ത് ചെയ്യും? അവിടെ പോയി നിന്നിട്ട് ഇങ്ങനെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞിരിക്കും. പക്ഷെ അവരിങ്ങോട്ട് നോക്കുന്നത് കാണുമ്പോൾ വാതിലിന് അങ്ങോട്ടേക്ക് നോക്കല്ലേ, നോക്കല്ലേ, ഞങ്ങൾക്ക് നിങ്ങളെ നോക്കാം, അനുവദനീയം, നിങ്ങൾക്ക് ഞങ്ങളെ നോക്കാൻ പാടില്ല. അങ്ങനെയാണോ മസല? അങ്ങനെ ഇതുവരെ മസലയില്ല. ഇതുവരെയുള്ള മസല അന്യപുരുഷന്മാരെ അന്യ സ്ത്രീകളെ കാണാൻ പാടില്ല, അന്യ സ്ത്രീകൾ അന്യ പുരുഷന്മാരെയും കാണാൻ പാടില്ല. ഇതാണ് മസല. അത് ഇന്നുമല്ല, എന്നും അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണ് ഖുർആൻ പഠിപ്പിച്ചിട്ടുള്ളത്. സൂറത്തുൻ നൂർ നിങ്ങൾ നോക്ക്, സ്ത്രീകളെ ഒറ്റയ്ക്കിരിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച ഖുർആൻ അല്ല ഹദീസ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർത്തീകരിക്കുന്നത് എങ്ങനെയാണ്? വഅല്ലിമൂഹുന്ന സൂറത്തുൻ നൂർ, വഅല്ലിമൂഹുന്ന സൂറത്തുൻ നൂർ, ലാ തുഅല്ലിമൂഹുന്നൽ കിതാബ് വഅല്ലിമൂഹുന്ന സൂറത്തുൻ നൂർ. നിങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന പെൺമക്കളെ നിങ്ങൾ ഒറ്റയ്ക്കൊരു റൂമിൽ താമസിപ്പിക്കരുത് എന്ന് പ്രവാചകന് പഠിപ്പിച്ചതിനോടൊപ്പം അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, സാബാ ലാ തുഅല്ലിമൂഹുന്നൽ കിതാബ്, ഭൗതികമാകുന്ന അറിവ് മാത്രമായി നിങ്ങളുടെ പെൺമക്കൾക്ക് കൊടുക്കരുത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. നമ്മുടെ മക്കളെ MBBS വിടുമ്പോഴും എഞ്ചിനീയർ വിടുമ്പോഴും അതെല്ലാം കാലികമാണ്, നല്ലതാണ്. പക്ഷേ മക്കൾക്ക് ബേസിക്കായി ആത്മീയമാകുന്ന അറിവ് കൊടുക്കണേ, അടിത്തറയാകുന്ന മദ്രസ വിദ്യാഭ്യാസം കൊടുക്കണേ. ഇന്ന് പെൺമക്കളെ മദ്രസയിൽ 4ാം ക്ലാസ്സിലേക്ക് വിടുമ്പോൾ തന്നെ സമസ്തയുടെ സിലബസിൽ പഠിക്കുന്നതാകുന്ന മക്കളെ അതാ മാതാപിതാക്കൾ
വിളിച്ചുകൊണ്ട് പോവുകയാ. എന്റെ പ്രിയപ്പെട്ട മദ്രസയുടെ സിലബസിൽ കട്ട് ചെയ്തിട്ട് മക്കളെ കൊണ്ടുപോകുന്നത് MBBS പഠിപ്പിക്കാനാണ്, എഞ്ചിനീയർ വിടാനാണ്, BDS പറഞ്ഞേക്കുകയാണ്, നേഴ്സിംഗിന് വിടുകയാ. അവിടെയൊന്നും പ്രായപൂർത്തി പ്രശ്നമേ അല്ല. അള്ളാന്റെ റസൂല് പറയുന്നു, ലാ തുഅല്ലിമൂഹുന്നൽ കിതാബ്, ഭൗതികമാകുന്ന അറിവ് മാത്രമായി നിങ്ങളുടെ പെൺമക്കൾക്ക് കൊടുക്കരുതേ. അപകടമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. കർണാടകയിലെ ഗുണ്ടൽപേട്ടിലേക്ക് നിങ്ങൾ പോയി നോക്കണേ. കോളേജ് കുമാരിമാരാകുന്ന സ്ത്രീകള് അവരതാ ശനിയാഴ്ച ദിവസവും ഞായറാഴ്ച ദിവസവും ഹോസ്റ്റലിൽ തയ്യാറായി വന്നിരിക്കുകയാ. ലിപ്സ്റ്റിക് ഇട്ടതാകുന്ന സഹോദരിമാരാണ്, ശരീരത്തിൽ കരിവളകൾ ധരിച്ചിരിക്കുന്ന സഹോദരിമാരാണ്, ഇടുങ്ങിയതാകുന്ന ജീൻസ് ധരിച്ച സഹോദരിമാരാണ്, ഇടുങ്ങിയതാകുന്ന ടൈറ്റുള്ളതാകുന്ന ടീഷർട്ട് ഇട്ടുകൊണ്ട് കടന്നു വന്നതാകുന്ന സഹോദരിമാരാ. തന്റെ അംഗലാവണ്യവും ആകാര സൗഷ്ഠവും അന്യരാകുന്ന പരപുരുഷന്മാർക്ക് ദർശിപ്പിക്കാൻ കടന്നു വന്നിട്ടുള്ള സഹോദരിയാണ്. 20,000 രൂപയ്ക്ക് വേണ്ടി, 10,000 രൂപയ്ക്ക് വേണ്ടി, 15,000 രൂപയ്ക്ക് വേണ്ടി തന്റെ ശരീരത്തെ മറ്റുള്ളവർക്ക് പരസ്യമായിട്ട് പങ്കുവെക്കാൻ മടിക്കാത്ത മുസ്ലിം അംഗമാരാ. അവരെവിടെയുള്ളതെന്നറിയുമോ? കേരളത്തിലെ തറവാട്ട് മഹിമയുള്ള നല്ല ഇസ്ലാമിക ദീനീ ചര്യയുള്ള തറവാട്ടിൽ ജീവിച്ചതാകുന്ന മക്കളാണ്, നമസ്കരിച്ചതാകുന്ന മക്കളാണ്, നോമ്പ് പിടിച്ച മക്കളാണ്, ദീനനുസരിച്ചുകൊണ്ട് ജീവിച്ച മക്കളാണ്. സമസ്തയുടേതാകുന്ന മദ്രസയിൽ 5ാം ക്ലാസ് മാത്രം വരെ പഠിച്ചതിന്റെ പേരിൽ, അഥവാ ദീനീ ബോധം ശരിക്ക് പരിപൂർണമാക്കാത്തതിന്റെ പേരിൽ അവൾക്ക് വന്നു ഭവിച്ചതാകുന്ന പ്രശ്നങ്ങളാ. അന്യരാകുന്ന പരപുരുഷന്മാരുമായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയാണ്. പ്രവാചകൻ അവസാനമായി പറയുകയാണ്, ലാ തുഅല്ലിമൂഹുന്നൽ കിതാബ് വഅല്ലിമൂഹുന്ന സൂറത്തൻ നൂർ. സാബത്തെ സൂറത്തുൻ നൂർ പഠിപ്പിക്കണേ സാബാ. നിങ്ങളുടെ പെൺമക്കൾക്ക് നിർബന്ധമായും ഖുർആൻ പഠിപ്പിക്കുന്നതിനോടൊപ്പം സൂറത്തുൻ നൂർ പഠിപ്പിക്കണേ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. എന്തിനാ സൂറത്തുൻ നൂർ പറഞ്ഞത്? അതിൽ ഒരുപാട് മസലകളുണ്ട്, മടിച്ചിരിക്കേണ്ട മസലകൾ കുറച്ച്. അതിൽ പെട്ടതാണിത്. ഏത്? കണ്ണിനെ സൂക്ഷിക്കുക. വഖുല്ലിൽ മുഅ്മിനാത്ത് യഗ്ളുദ്ന മിൻ അബ്സാരിഹിൻ വയഹ്ഫദ്ന ഫുറൂജഹുൻ ദാലിക അസ്കാ ലഹുൻ. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നൂർ. ഇതേപോലെ പുരുഷന്മാരെ പറ്റിയും അല്ലാഹുവോട് പറഞ്ഞു, وقل للمؤمنين يغضوا من أبصارهم ويحفظوا فروجهم. അല്ലയോ നബിയേ, അവിടുന്ന് മുഅ്മിനീങ്ങൾക്ക് മുഅ്മിനാത്തുകൾക്കും പറഞ്ഞു കൊടുക്കണേ, കണ്ണ് ചിമ്മണേ. എന്തിനെ തൊട്ട്? അനിൽ ഹറാമി, വ്യക്തമാണ്. ഹറാമിനെ തൊട്ട് കണ്ണ് ചിമ്മ. സീരിയല്, സിനിമ ഇത് മാത്രമല്ല, അന്യരാകുന്ന പുരുഷന്മാരുമായിട്ടുള്ള ദർശനം പാടില്ല. അശ്ലീല പടങ്ങൾ കാണുമ്പോൾ പാടില്ല. ഇപ്പൊ വാട്സാപ്പിന്റെ ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കുക കുടുംബത്തിന്റെ. എന്നിട്ടെന്താ, രാവിലെ കഴിച്ച പൊറോട്ട കൊണ്ടിട്ട് കൊടുക്കും, ബീഫ് ഇട്ട് കൊടുക്കും, കൊള്ളാന്ന് പറയാൻ സിമ്പിൾ ഇങ്ങനെ കാണിച്ച് പിന്നെയും മെസ്സേജ്. ഇതാ ഗ്രൂപ്പ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇതിനാണ് ഗ്രൂപ്പ്. അപ്പോൾ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നു, നല്ല മീൻകറി വെച്ചതാകുന്ന പാത്രവും അതിന്റെ ചട്ടിയും അതിന്റെ കലവും ഒക്കെ, മീൻ കഴുകുന്നതും വെട്ടുന്നതും ഒക്കെ ഇങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതിങ്ങനെ കണ്ടിട്ട് ഓരോരുത്തർ ലൈക്ക് അടിക്കുക. ഇതാണ് ഗ്രൂപ്പ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഇതിനാണ് ഗ്രൂപ്പ്. അവിടെ ദീനിയായ മസലകൾ ചർച്ച ചെയ്യ്. എത്ര വിഷയങ്ങൾ നമുക്കവിടെ ചർച്ച ചെയ്യാം. എത്ര വിഷയങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാം. ഇറച്ചി കഴിയുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ട എത്ര മസല. പറയുമ്പോൾ ഇങ്ങനെ നേരം വെളുക്കുന്നവരോ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇറച്ചി പലരും കഴിയുന്നത് എങ്ങനെയാ? കൊണ്ടുവന്നൊരു പാത്രത്തിലോട്ട് ഒന്നായിട്ട് 3 കിലോ ഇറച്ചി വാങ്ങിയിട്ട് ഒരു പാത്രത്തിലോട്ട് അങ്ങോട്ട് ഇടും. എന്നിട്ട് അതിനകത്തോട്ട് വെള്ളം കൂടെ ഒഴിച്ചിട്ട് കളകളകളാന്ന് 2-3 ഇളക്കിളക്കിയിട്ട് നേരെ കൊണ്ടുവന്ന് വേവിക്കും. അതെന്താണ് സംഭവം? നജസാണ്, അഥവാ കഴിക്കാൻ പാടില്ല, ഹറാമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. എന്താ പറഞ്ഞു? കഴുകിയിട്ടല്ലേ കൊണ്ടുപോയിട്ട്
കഴുകല് ശരിയായില്ല. ഓരോ കോട്ടയും കൂടെ എടുത്തിട്ട് അത് കഴുകി നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം പൈപ്പിന്റെ വെള്ളം നല്ലതുപോലെ തുറന്നു വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചു കൊടുക്കണം. അപ്പൊ ഫുള്ള് വെള്ളം ഇതിലൂടെ ഊർന്ന് താഴേക്ക് പോകണം. രക്തം നജസാണ്. ഈ രക്തത്തിനുള്ളിൽ നിന്നാണ്, അഥവാ വെള്ളത്തോടു കൂടി കലർന്നു കിടക്കുന്ന രക്തത്തിൽ നിന്നാണ് നീ മാംസം കോരി എടുത്തിട്ട് ഇങ്ങോട്ട് ഇടുന്നത്. മനസ്സിലാകുന്നുണ്ടോ? കുക്കറിലോട്ട് ഇടുന്നത്. അപ്പൊ എന്തായി? നജസാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. മനസ്സിലാകുന്നുണ്ടോ? ഇന്നെങ്കിലും നമുക്ക് ഇറച്ചി വെക്കാൻ പഠിച്ചു ഇന്ന് മുതൽ. അള്ളാഹു തൗഫീഖ് തരട്ടെ. പറഞ്ഞൊരു മസലയാണ് ഇത് പറഞ്ഞത്. ഞാനിതൊരു സാധാരണ ഇപ്പൊ ഇങ്ങനെയുള്ള മസലകൾ ചർച്ച ചെയ്യേ. ഇതിനകത്ത് ചർച്ച ചെയ്യുമ്പോൾ ഈ ഗ്രൂപ്പിലൊക്കെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യും. പിന്നെ ഉസ്താദ്മാരും മഹലിലെ ഉസ്താദ്മാർക്കൊക്കെ നല്ല നല്ല ഫുഡുകൾ ഉണ്ടാക്കി ഇന്നെന്താ നീ ഉസ്താദിന് വെച്ച് കൊടുക്കാൻ പോകുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനിയിപ്പോൾ എല്ലാ ഉസ്താദ്മാരും ഇവിടെ തന്നെ ഇമാമത്ത് പിടിക്കും. അള്ളാഹു നമ്മുടെ ഉസ്താദ്മാർക്കൊക്കെ ആഫിയത്ത് കൊടുക്കട്ടെ, ദീർഘായുസ്സ് നൽകട്ടെ. നമ്മുടെ മുത്താലിങ്ങൾ അള്ളാഹുവർക്കൊക്കെ ആഫിയാനുമിനെ എത്തി തരട്ടെ. നല്ല നാട്ടുകാരാണ് എന്ന് പറഞ്ഞാൽ ദീനിനോട് വല്ലാത്ത കൂറുള്ളവരാണ്. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അപ്പൊ നമ്മുടെ കൂട്ടായ്മയൊക്കെ അത്തരത്തിലാകട്ടെ. ഇങ്ങനെ ഉദാഹരണങ്ങൾ ഒരുപാടുണ്ട്. കൊച്ചു കുട്ടികൾ മൂത്രമൊഴിക്കും. മൂത്രമൊഴിച്ചു കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ വന്നിട്ട് എന്താ ചെയ്യുക? ഒരു ബക്കറ്റ് എടുത്ത് ഒന്നായിട്ട് അവിടെ വെള്ളം ഒഴിക്കും. അത് മൊത്തം കൂടി നജസായി. ആ സ്ഥലം ഒന്നായിട്ട് നജസായി. ശ്രദ്ധിക്കുന്നില്ല. അല്ലെങ്കിൽ ഒരു കപ്പിൽ വെള്ളം എടുത്തിട്ട് അങ്ങോട്ട് കുറച്ചങ്ങോട്ട് ഒഴിച്ച് ചൂര് വെച്ച് രണ്ടടി അവിടെ ഇരിക്കുന്ന ഇക്കാടെ മുണ്ടിലോട്ട് നിറച്ച് നോക്കാട് കയറുന്നു. പിന്നെ കൊള്ളിക്കാൻ നിൽക്കാറില്ല. അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ല, നല്ലൊരു ഉണങ്ങിയ തുണി കൊണ്ടുവന്നിട്ട്, ഉണക്ക തുണി കൊണ്ടുവന്നിട്ട് ആദ്യം ആ മൂത്രം അതിന് നജസ്, കട്ടിയാകുന്ന നജസ് കൊണ്ട് പഠിച്ച് ആദ്യം എടുക്കുക. എന്നിട്ട് രണ്ടാമത് അല്പം വെള്ളം ഒഴിച്ച് എന്നിട്ട് അതങ്ങോട്ട് വലിച്ചെടുത്ത് മൂന്നാമത് വെള്ളം ഒഴിച്ച് അതും കൂടി ഇങ്ങോട്ട് എടുത്താൽ ഓക്കെ സംഭവം. അല്ല ചൂര് കൊണ്ടുവന്നിട്ട് പരത്തല്ല വേണ്ട. അതൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അത് തന്നെ പാലുകുടി മാറാത്തതാകുന്ന കൊച്ചുകുട്ടികൾ, ആൺകുട്ടികളുടേതാണെങ്കിൽ ആ മൂത്രത്തിൽ പാലുകുടി മാറാത്ത കുട്ടികളാണെങ്കിൽ ശാഫി മദ്ഹബ് അനുസരിച്ച് വെള്ളം ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തളിച്ചാൽ മതി, ശുദ്ധിയാവുമെന്ന്. ആൺകുട്ടികളുടേത് പാലുകുടി മാറാത്ത കൊച്ചുകുട്ടികൾ. പെൺകുട്ടികളുടേതാണെങ്കിൽ എന്ത് ചെയ്യണം? എത്ര പാല് കുടിച്ചാലും ശരി, പാല് കുടിക്കാത്താണെങ്കിലും ശരി, അവിടെ കഴുകി വിടണം. ഈ പറഞ്ഞ പോലെ തുടച്ച് വൃത്തിയാക്കി കഴുകി വിടണം. മസലയാണ് ഞാനിപ്പോ. അങ്ങനെയൊക്കെയുള്ള മസലകൾ നമുക്ക് ചർച്ച ചെയ്തുകൂടെ? ഗ്രൂപ്പുകളൊക്കെ അത്തരത്തിലുള്ളതാക്കി എടുക്കണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അല്ലാതെ ഇത് വന്നതും പോയതും ചർച്ച ചെയ്തതും എടുത്ത ഡ്രസ്സിന്റെ ഫോട്ടോയും ഷൂവിന്റെ ഫോട്ടോ ഒക്കെ ഇതിലോട്ട് ഇട്ടിട്ട് ഇതാണ് ഗ്രൂപ്പ്. നമ്മുടെ എത്ര എംപികൾ അല്ലെങ്കിൽ എത്ര ജീവിതത്തിന്റെ സമയങ്ങളാണ് ഇങ്ങനെ പാഴാക്കുന്നത്. നമ്മൾ ഇതിനകത്തൊക്കെ റീചാർജ് ചെയ്യല്ലേ? ഈ പൈസ മുഴുവൻ നമ്മൾ മോശപ്പെട്ട തലത്തിലേക്കല്ലേ കൊണ്ടുപോകും. ഇതിനൊക്കെ ഹിസാബ് പറയേണ്ട നാളെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് അത്തരത്തിൽ നമ്മുടെ ജീവിത ചുറ്റുപാട് കൊണ്ടുപോകാൻ പാടില്ല. അത്തരത്തിലുള്ള ഒരു അവസ്ഥയെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കണ്ണ് സൂക്ഷിക്കുക. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആൻ ഓതിയിട്ട് പറഞ്ഞു, മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം, യഗ്ളുന വയഹ്ഫളിന മിൻ ഫുറൂജഹുന്ന, അവരുടെ കണ്ണ് ചിമ്മുക, അവരുടെ ജനനേന്ദ്രിയത്തെ സൂക്ഷിക്കുക. രണ്ട് കാര്യങ്ങളാണ് അവിടെ ഓർമ്മപ്പെടുത്തിയത്. ഒന്ന് കണ്ണ്. എന്താ കണ്ണിനെ ആദ്യം പറഞ്ഞത്? കണ്ണിലൂടെയുള്ള നോട്ടത്തിലൂടെയേ അവന്റെ ജനനേന്ദ്രിയത്തിലേക്കുള്ള അവയവങ്ങളുടെ പ്രവർത്തനത്തിലേക്ക് അവന്റെ തലച്ചോറ് എത്തിപ്പെടുകയുള്ളൂ. ഒരു പെണ്ണിനെ കാണുമ്പോഴേ ഉള്ളൂ അവരുടെ സൗഷ്ഠവും ആകാര സൗഷ്ഠം കാണുമ്പോഴേ ഉള്ളൂ അവളുമായിട്ട് സ്നേഹിക്കണം, പ്രേമിക്കണം, അവളെ ഒന്ന് കാണണം, അവളുമായി ഒന്ന് സംസാരിക്കണം, ഒറ്റയ്ക്കിരിക്കണം എന്നൊക്കെ ഉള്ള ചിന്ത മനസ്സിലേക്ക് വരുന്നത് എപ്പോഴാണ്? രണ്ടാമത്തെ സെക്ഷനാണ്. കണ്ടില്ല എങ്കിൽ, കണ്ണിന് കാഴ്ചയില്ലാത്തവർക്ക് അതുകൊണ്ടല്ലേ ഈ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തത്. അള്ളാഹു നമ്മുടെ കാഴ്ചയെ നിലനിർത്തി തരുമാറാവട്ടെ. കാഴ്ച ജീവിതത്തിൽ പോയവർക്ക് അള്ളാഹു ഇത് തിരിച്ചു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ അതുകൊണ്ട് വലിയൊരു വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിന്റെ കണ്ണ് നീ സൂക്ഷിക്കണേ, കണ്ണ് സൂക്ഷിച്ചാൽ നീ രക്ഷപ്പെട്ടു, നരകത്തെ തൊട്ട് നീ കാക്കപ്പെട്ടു എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ഞങ്ങൾക്ക് കേട്ടോ രണ്ടാമത്തെ ഒരു ഹദീസ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ മലഅൈനഹു ബിൽ ഹറാം മല അല്ലാഹു ഐനഹു ബിമസാമീരിൻ മിൻ നാർ. ഈ ഹദീസ് ദഈഫാണെന്ന അഭിപ്രായമുണ്ടെങ്കിലും ഇത് നിങ്ങൾക്ക് ഭയപ്പാടിന് വേണ്ടി പറയാം, തർഹീബിന് വേണ്ടി പറയാം. എന്താണ് സംഭവം? മൻ മലഅൈനഹു ബിൽ ഹറാം മല അല്ലാഹു ഐനഹു ബിമസാമീരിൻ മിൻ നാർ. ദുനിയാവിൽ
ഹറാമ് കണ്ടുകൊണ്ട് കണ്ണ് നിറച്ചതായ മുഅ്മിനുണ്ടോ മുഅ്മിനത്തുണ്ടോ? സീരിയൽ കണ്ടുകൊണ്ടും സിനിമ കണ്ടുകൊണ്ടും അശ്ലീലമാകുന്ന സിനിമാ ഗാനങ്ങൾ കണ്ടുകൊണ്ടും സമയങ്ങളെ ചെലവഴിച്ചവരുണ്ടോ? ഇശാ മഗ്‌രിബിനിടയിൽ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നതായ ഉമ്മമാരെ, ഇശാ കഴിഞ്ഞിട്ട് നമസ്കരിച്ചിട്ട് പള്ളിയിൽ നിന്ന് വന്നുകൊണ്ട് ആ നമസ്കാരത്തിന്റെ കൂലി മുഴുവനും നഷ്ടപ്പെടുത്തിക്കൊണ്ട് ഫുട്ബോൾ കളി കൊണ്ടും സിനിമാ ഗാനങ്ങൾ കേട്ടുകൊണ്ടും സമയങ്ങൾ ചെലവഴിക്കുന്നതായ ഉപ്പമാരെ, ചെറുപ്പക്കാരെ, 12 മണിയാകുമ്പോ കയറി വരുന്ന പൊന്നുമോ അതുവരെ കൂട്ടുകാരുമൊത്തിയിട്ട് അഴൂക്കോട് അങ്ങാടിയിൽ വെച്ചുകൊണ്ട് പരസ്യമായിട്ട് വാട്സാപ്പും ഫേസ്ബുക്കുമായി ചാറ്റിങ്ങിലൂടെ സമയം ചെലവഴിച്ച സഹോദരനാ, ളുഹറില്ല, അസറില്ല, മഗ്‌രിബില്ല, ഇശാ ഇല്ല, ഒരു വഖത്ത് പോലും നമസ്കരിക്കാതെ വീട്ടിലേക്ക് കടന്നു വരുന്ന പൊന്നുമോനോട് വാപ്പ ചോദിക്കുകയാണ്, ഉമ്മ ചോദിക്കുകയാണ്, മോനെ, എന്റെ പൊന്നുമോനെ, നീ വല്ലതും കഴിച്ചോ, നമസ്കരിച്ചോ എന്ന് ചോദിക്കുന്നില്ല. നീ എന്തേ നമസ്കരിക്കാനത്? എന്തേ നിന്നെ പള്ളിയിൽ കണ്ടല്ലോ, പള്ളിയിൽ കണ്ടില്ലല്ലോ എന്ന് വാപ്പ ചോദിക്കുന്നില്ല. നമസ്കരിച്ചിട്ട് വാ പൊന്നുമോനെ ആഹാരം വിളമ്പാമെന്ന് പറയുന്ന ഉമ്മമാർ ഇന്നത്തെ കാലഘട്ടത്തിലില്ല. അതുകൊണ്ട് തന്നെ മക്കള് മാതാപിതാക്കൾക്ക് അതീതമായിട്ട് പ്രവർത്തിക്കുകയാണ്. പ്രായമെത്തിയതാകുന്ന മാതാപിതാക്കളെ വൃദ്ധസദനത്തിലേക്ക് തള്ളിയിടാൻ ഇന്നത്തെ മക്കൾക്ക് മടിയില്ല. ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാ, ആ മക്കള് വന്നിരുന്നു കൊണ്ട് സിനിമ കണ്ടാൽ, ആ മക്കള് വന്നുകൊണ്ട് പാതിരാത്രി സമയത്ത് നിശയുടെ നിശീതതയിൽ കൂരിരുട്ടിനെ വകഞ്ഞു മാറ്റിയിട്ട് തന്റെ കൂട്ടുകാരൻ തനിക്ക് റീചാർജ് ചെയ്തു തന്ന മൊബൈൽ ഫോണിലൂടെ അശ്ലീലമാകുന്ന സിനിമാ ഗാനങ്ങളും സിനിമകളും ബ്ലൂ ഫിലിമുകളും കണ്ടുകൊണ്ട് രാവുകളെ ത്രസിപ്പിക്കുന്നവരെ ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. മൻമല ഐനഹു ബിൽ ഹറാം മല അല്ലാഹു ഐനഹു ബിമസാമീരിൻ മിൻ നാർ. ദുനിയാവിൽ ഹറാം കണ്ടുകൊണ്ട് നിറച്ചതായ ഏത് സഹോദരനുണ്ടോ, ഏത് സഹോദരിയുണ്ടോ, അവരുടെ കണ്ണിൽ നാളെ നരകത്തിലെ വെച്ചുകൊണ്ട് പഴിപ്പിച്ചതായ ആണി കൊണ്ട് സുറുമയിട്ട് കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു ആത്തിരക്ഷിക്കട്ടെ. നരകത്തിൽ വെച്ചുകൊണ്ട് പഴിപ്പിച്ചതാകുന്ന ആണി കൊണ്ട് കണ്ണിന് സുറുമയിട്ട് കൊടുക്കുമത്രയെന്ന് നബിയുനാ റസൂലുള്ളാഹി. ചിന്തിച്ചു നോക്ക്. മറ്റൊരു ഹദീസിൽ അവന്റെ കണ്ണിലേക്ക് മുഴുവനും തീ കൊണ്ട് നിറയ്ക്കും, നരകത്തിന്റെ തീജാലുകൾ കൊണ്ട് നിറയ്ക്കും മുഹമ്മദ് റസൂലുള്ളാഹി. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. എന്താണ് ഒന്നാമതായി പറയുന്നത്? നരകത്ത് തൊട്ട് കാക്കാൻ കണ്ണ് സൂക്ഷിക്കുക, കണ്ണ് സൂക്ഷിക്കുക. സഹോദരിമാരോട് പറച്ചിലുണ്ട്, നമുക്കെന്താ പ്രശ്നം? നമ്മൾ പെണ്ണുങ്ങളെ ആണുങ്ങൾ ഇങ്ങോട്ട് വന്നിട്ട് നമ്മൾ അവരെ നോക്കാം, കുഴപ്പമൊന്നുമില്ല, ഇങ്ങോട്ട് നോക്കരുത് ഒരാളും. ഇതാണ് കണ്ടീഷൻ. അത് പഠിക്കാത്തത് കൊണ്ടാ. ചരിത്രം പഠിക്കണ്ടേ? ഐഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹയുടെ ചരിത്രം, പ്രവാചകന്റെ പ്രിയപ്പെട്ടതാകുന്ന സഹോദരിമാരുടെ ചരിത്രമൊക്കെ നമ്മുടെ ജീവിതത്തിൽ പഠിക്കണം. ബഹുമാനപ്പെട്ട മൈമൂന ബീബി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, കുന്തു ഇൻദൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹിയുടെ അടുക്കലിരിക്കുകയാ. വഇൻദഹു ഉമ്മു സലമ, നബിയുടെ അടുക്കൽ ഉമ്മു സലമയുമുണ്ട്. ആരാ ഉമ്മു സലമ? ഉമ്മു സലമ ബീവി ആരാ? നമുക്കെല്ലാം അറിയാം. ഉമ്മു സലമ വേറെ ഏതോ പെണ്ണ്, നബിയെടുത്ത് ഏതോ ഒരു പെണ്ണ് വന്നിരുന്നു. ഇത് നാളെ പറഞ്ഞടക്കും. ഉമ്മു സലമ എന്ന് പറഞ്ഞ നബിയുടെ ഭാര്യയാണ്. നമുക്കെന്തറിയാം? സത്യത്തിൽ നമുക്ക് നബിയുടെ ഭാര്യമാരാരെന്നറിയോ? മക്കളെന്താണെന്നറിയോ? നമുക്കിപ്പോഴും നല്ലപോലെ അറിയാം. വിരാട് കോഹ്ലി ആരാണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാണ്, മൂപ്പര് നാട്ടുകാർ കൊടുത്ത പണി എന്താണ്, ഇതൊക്കെ നമുക്കറിയാം അല്ലേ? ഒരു അധികാരത്തിലേറ്റപ്പോ പറഞ്ഞില്ലേ, എല്ലാവർക്കും ഞാൻ ജോലി കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ? സംഭവം ജോലി കൊടുത്തില്ലേ? എല്ലാവരും ഇപ്പൊ ബാങ്കിൽ പോകുന്നില്ലേ? കറക്റ്റ് അല്ലേ പറഞ്ഞത്? എല്ലാവർക്കും ജോലി കൊടുക്കുമെന്ന് പറഞ്ഞു. നമ്മൾ ഇത്രയും പ്രതീക്ഷയില്ല. പ്രായം ചെന്ന ഉമ്മാരും ഉപ്പമാരും ഒക്കെ ജോലിയാണ്, എല്ലാവരും പോവാണ്, ബാങ്കിൽ പോയി ക്യൂ നിൽക്കുകയാണ്. അപ്പൊ അവരുടെ പേരറിയാം, അവരുടെ ഭാര്യമാരുടെ പേരറിയാം, അവർ തലാക്ക് ചൊല്ലിയ ഭാര്യയുടെ പേരറിയാം. ഇതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം. പക്ഷെ എന്തറിയില്ല നമുക്ക് മുത്തുനബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്കളുടെ പേര്, പ്രവാചകന്റെ ഭാര്യമാരുടെ പേര് ഇപ്പോഴും നമുക്കറിയൂല. ശരിയല്ലേ പറഞ്ഞു? അവിടെ എത്തിയിരിക്കുകയാണ് നമ്മുടെ അവസ്ഥ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയാണ് ഉമ്മു സലമ.
ഉമ്മു സലമ ബീവി പ്രവാചകന്റെ ചാരത്തിരിപ്പുണ്ട്, ഞാനതാ പ്രവാചകന്റെ വലതുവശത്തും ഇരിപ്പുണ്ട്. ആര് പറയാ? മൈമൂന ബീവി പറയാ. രണ്ടുപേരും, രണ്ട് ഭാര്യമാര് നബി തങ്ങളുടെ അടുത്ത് ഭർത്താനൊക്കെ പറഞ്ഞില്ല. അങ്ങനെ വേണം ഭർത്താക്കന്മാരങ്ങനെ വേണം. അല്ലാതെ പകലന്തിയോളം പണിയെടുത്തിട്ട് വൈകിട്ട് വന്നിട്ട് നേരെ ചോറ് വിളമ്പെന്ന് പറഞ്ഞ് ചോറും കഴിച്ചിട്ട് മാറിക്കിടന്ന് ഉറങ്ങുക. അതല്ല, 5 മിനിറ്റ് സ്വന്തം ഭാര്യയുടെ വിഷമങ്ങൾ ദുഃഖങ്ങൾ കേൾക്കാനുള്ള മനസ്സുണ്ടാകണം. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇപ്പം പറയുന്ന ഒരു വിഷയമുണ്ട്, തലാഖ് എന്ന് പറഞ്ഞൊരു വിഷയം. തലാഖ് തമാശയല്ല, വലിയ ചർച്ചയുള്ള വിഷയമാണത്. ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് സംബന്ധിക്കാം. അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിൽ ഞാൻ പ്രതിപാദിക്കുന്നുണ്ട്, ഭർത്താക്കന്മാരോട് എങ്ങനെയാണ് ഭർത്താക്കന്മാർ ഭാര്യമാരോട് പെരുമാറേണ്ടത്, ഭാര്യമാർ എങ്ങനെയാണ് ഭർത്താക്കന്മാരോട് പെരുമാറേണ്ടത്. അത് കറക്റ്റായി കൊണ്ടുപോയാൽ ജീവിതത്തിൽ ഒരിക്കലും തലാഖ് ഉണ്ടാവില്ല. അതൊക്കെ ഖുർആൻ പറഞ്ഞ സംഗതിയാണ്. സൂറത്തുൻ നിസായിലെ ആയത്ത് ഓതിയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമ്മുടെ കുടുംബജീവിതത്തിൽ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഐക്യത്തോടുകൂടി സ്നേഹസമസ്രണമാകുന്ന പെരുമാറ്റത്തോടുകൂടിയുള്ള ജീവിതം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. മുത്തലാഖ് പോലെയുള്ളതാകുന്ന വിഷയത്തിലേക്ക് എടുത്തു ചാടാതെ ജീവിതത്തിൽ സന്തോഷകരമാകുന്ന ജീവിതം നയിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എന്തെങ്കിലും പിണക്കമുണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ ഇണക്കത്തിലേക്ക് കൊണ്ടുവരാൻ നാഥനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. രണ്ട് ഭാര്യമാര് അടുത്തടുത്തിരിക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യ പറയുകയാണ്, ഞങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോഴുണ്ട് ബഹുമാനപ്പെട്ട ഇബ്നു ഉമ്മി മക്തൂം അങ്ങോട്ട് കടന്നു വന്നു. ഫജാഅ ഇബ്നു ഉമ്മി മക്തൂം, ഇബ്നു ഉമ്മി മക്തൂം എന്ന് പറയുന്ന കണ്ണ് കാണാത്ത അന്ധനായ മനുഷ്യൻ ഞങ്ങളുടെ അടുക്കലേക്ക് കടന്നു വന്നു. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു അത്രേ, യഹ്തജിബാ മിൻഹു, അല്ലയോ ഉമ്മു സലമ, അല്ലയോ മൈമൂന, നിങ്ങൾ രണ്ടാളുകളും അദ്ദേഹത്തിൽ നിന്ന് മറഞ്ഞു നിൽക്കണേ, മറഞ്ഞു നിൽക്കണേ, അദ്ദേഹത്തിൽ നിന്ന് മാറി നിൽക്കണേ. ആരാ പറയുന്നത്? ഒരു ഭർത്താവിന്റെ കടമയാ. ശ്രദ്ധിക്ക്, എല്ലാരും ശ്രദ്ധിക്കേണ്ട വിഷയമാണിത്. നമ്മളെന്താ ചെയ്യുക? നമ്മുടെ ബിസിനസ് നടക്കാൻ വേണ്ടി പലരും ചെയ്യുന്ന ഏറ്റവും വലിയ മോശപ്പെട്ട ഒരു പരിപാടിയാണ്, ഭാര്യയെ ഒടിപ്പിച്ച് ഉരുത്തി റെഡിയാക്കി കൊണ്ടുവന്നിട്ട് മുതലാളിയാകുന്ന യജമാനിന് കൈ ഒടിപ്പിക്കുക. ഇപ്പോഴത്തെ ഒരു സമ്പ്രദായമാണ്. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. എന്നിട്ട് ബിസിനസ് ഡീൽ ചെയ്യുക. ബിസിനസ് ഡീൽ നടക്കുന്നത് എങ്ങനെയാ? എങ്ങനെ? സ്വന്തം ഭാര്യയുടെ കൈ മറ്റൊരുത്തന് വേണ്ടി ഷെയ്ക്കാൻ കൊടുത്ത് മുതലാളിക്കാൻ വേണി വന്നാൽ അല്ലാതെയും ചെയ്തു കൊടുക്കും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഇങ്ങനത്തെ കാലഘട്ടമാണിത്. ഇങ്ങനത്തെ കാലഘട്ടം അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രവാചകനാണ്. ആ പ്രവാചകൻ ഒരു ഭർത്താവുമാണ്. ഭർത്താവിന്റെ കടമയാണ് ഭാര്യമാരോട് പറയണേ, ആരെങ്കിലും വന്നാൽ ഇഹ്തജിബാ മിൻഹു, വീടിന്റെ അകത്തിരിക്കണേ, അകത്തിരിക്കണേ. പുറത്തിറങ്ങി നടക്കരുത്, അവിടെ ചാടി വെളിയിലോട്ട്. ആ പരിപാടി വേണ്ട. ഏത് കൂട്ടുകാരൻ വന്നാലും ശരി അകത്തിരിക്കണം. യഹ്തജിബാ മിൻഹു, അകത്തിരിക്കണം. ആരാ ഇത് പഠിപ്പിക്കുന്നത്? മുഹമ്മദ് റസൂലുള്ളാഹി. ഉമ്മു സലമ ബീവിയും മൈമൂന ബീവിയും രണ്ടുപേരും ഉടനെ അള്ളാന്റെ റസൂലിനോട് ചോദിച്ചു അത്രേ, യാ റസൂലല്ലാഹ്, യാ റസൂലല്ലാഹ്, അലൈസ ഹുവ അഅമാ ലാ യുബ്സിറുനാ വലാ യഅരിഫുനാ. നബിയേ, നബിയേ, ഈ വന്നതാകുന്ന ഇബ്നു ഉമ്മി മക്തൂം കണ്ണ് കാണാത്ത മനുഷ്യനല്ലയോ, മനുഷ്യനല്ലയോ? അദ്ദേഹം വന്നുകൊണ്ട് അവിടുത്തെ ചാരത്ത് വന്നുകൊണ്ട് ആവശ്യം പറഞ്ഞിട്ട് തിരിച്ചു പോകുന്നതിൽ ഞങ്ങൾക്ക് എന്താണ് കുഴപ്പമുള്ളത് നബിയേ? അദ്ദേഹം കണ്ണ് കാണാത്ത മനുഷ്യനല്ലയോ? അലൈസ ഹുവ അഅമാ ലാ യുബ്സിറുനാ വലാ യഅരിഫുനാ. ഞങ്ങളെ അദ്ദേഹം കാണുകയില്ലല്ലോ, ഞങ്ങളെ തിരിച്ചറിയ പോലുമില്ലല്ലോ, പിന്നെന്തിനാണ് ഞങ്ങൾ മാറി നിൽക്കേണ്ടത് നബിയേ, നബിയേ എന്ന് അള്ളാന്റെ റസൂലിനോട് ചോദിക്കുമ്പോ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അല്ലയോ പ്രിയപ്പെട്ട ഉമ്മു സലമ, പ്രിയപ്പെട്ട മൈമൂന, നിങ്ങൾ രണ്ടാളുകളും അദ്ദേഹത്തെ കാണുകയില്ലയോ? അഫം യാവാനി അന്തുമാ
അലസ്തുമാ തുബ്സിറാനിഹി, അല്ലയോ ഉമ്മു സലമ, അല്ലയോ മൈമൂന, നിങ്ങൾ ചോദിച്ച ചോദ്യം നല്ലതാണ്, സമുദായത്തിന് മനസ്സിലാക്കാൻ ഉപകരിക്കുന്നതാ. അലൈസ ഹുവ അമാ ലാ യുബ്സിറുനാ വലാ യഅരിഫുനാ, കണ്ണ് കാണാത്ത മനുഷ്യൻ കടന്നു വന്നുകൊണ്ട് ആവശ്യം പറഞ്ഞിട്ട് ആവശ്യം പൂർത്തീകരിച്ച് പോകുമ്പോ ഞങ്ങൾ എന്തിനാണ് നബിയെ അകത്തേക്ക് പോകുന്നത് നബിയെ, അദ്ദേഹം ഞങ്ങളെ കാണില്ലല്ലോ എന്ന് നബി തങ്ങളോട് ചോദിക്കുമ്പോ നബി തങ്ങൾ ഭാര്യമാരോട് ദീൻ പഠിപ്പിക്കുകയാണ്, തിരിച്ച് ചോദ്യം ചോദിക്കുകയാണ്. അഫഅമിയാവാനി അൻതുമാ, അല്ലയോ ഉമ്മു സലമ, മൈമൂന, നിങ്ങൾ രണ്ടാളുകൾക്കും കണ്ണിന് അന്ധത ബാധിച്ചിട്ടുണ്ടോ? അലസ്തുമാ തുബ്സിറാനിഹി, നിങ്ങൾ രണ്ടാളുകളും അദ്ദേഹത്തെ അങ്ങോട്ട് കാണുകയില്ലയോ? അത് പാടില്ല, അത് പാടില്ല ഉമ്മു സലമ, അത് പാടില്ല മൈമൂന. അതുകൊണ്ട് കൂടുതൽ വർത്തമാനമില്ല. ഇഹ്തജിബാ മിൻഹു, മറഞ്ഞു നിൽക്ക് സയ്യിദുനാ റസൂലുള്ളാഹി. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ, അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അപ്പൊ എന്താ വേണ്ടത്? മറഞ്ഞു നിൽക്കുക, ഭർത്താവിനെ അനുസരിക്കുക, അതാണ് മെയിൻ. ഭർത്താവ് ദീനി ബോധമുള്ള ആളായിരിക്കുക. കച്ചവടമൊക്കെ റാഹത്താകാൻ വേണ്ടി മുതലാളിയുടെ അടുത്ത് കൊണ്ടുവന്നുണ്ട് ഭാര്യയെ കൊണ്ടു നിർത്തുന്ന ഒരു ഗതികെട്ട അവസ്ഥയാകും. ഇന്നിപ്പോ നിങ്ങൾ നോക്ക്, സ്ത്രീകൾ കച്ചവട ചരക്ക, പരസ്യങ്ങൾ മാത്രമല്ല, കടയിൽ കച്ചവടം കിട്ടണമെങ്കിൽ നല്ല പെൺകുട്ടിയെ പിടിച്ചെടുത്തു. പഴയ കാലത്ത് ഏതെങ്കിലും താത്തായിരുന്നു, അവര് പാത്രം തുറന്നിട്ട് മുട്ടായി കൊടുത്തിട്ടൊക്കെ പ്രശ്നമൊന്നുമില്ല. ഇപ്പം 18-20 വയസ്സുള്ള സഹോദരിമാരെ പിടിച്ചെടുത്തിരിക്കുക. എന്താ കാരണം? റീചാർജ് ചെയ്യോ? പിന്നെ മൊബൈൽ ഇടയാണ് പറയണ്ട, പിള്ളേർക്കൊക്കെ റീചാർജ് ചെയ്യണം. ജിയോ സിമ്മായിട്ട് പോലും പിന്നെയും ചെല്ലുക റീചാർജ്, അവൻ അറിയുന്നില്ല, റീചാർജ് ചെയ്ത് തരാനാ പറയുന്നത്. കാരണം എന്താ? പെൺകുട്ടികളാണ് കടയിൽ നിൽക്കുന്നത്. ഹറാമാകുന്ന കാഴ്ച, അങ്ങനെ കാഴ്ച വെക്കുന്ന ആള് നരകത്തിൽ നിന്ന് മോചനാവോ? ഒരിക്കലുമില്ല. കണ്ണിനെ സൂക്ഷിക്കുന്നവനാണ് നരകത്തെ തൊട്ട് മോചിതരാവുക എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഹബീബായ നബി തങ്ങള് 3 ആളുകളുടെ കണ്ണ് നരകത്തിൽ കടക്കൂല, അഥവാ നരകം അവർ കാണൂല, നരകത്തിൽ അവര് പ്രവേശിക്കൂല എന്ന് പറഞ്ഞതിൽ ഒന്നാമതായി പറഞ്ഞത് കണ്ണ് സൂക്ഷിക്കുന്നവരാണെങ്കിൽ, രണ്ടാമതായി നബി തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് ഐനുൻ സഹറത്ത് ഫീ സബീലില്ലാഹ്, തന്റെ കണ്ണുകൊണ്ട് പാതിരാത്രി സമയത്ത് അശ്ലീലത കാണാതെ നമസ്കാരത്തോട് നോമ്പ് പിടിച്ചുകൊണ്ട് ഇബാദത്ത് അനുഷ്ഠിച്ചുകൊണ്ട് പകൽ കഴിഞ്ഞതാകുന്ന മനുഷ്യൻ രാത്രിയിൽ വീണ്ടും നമസ്കരിച്ചുകൊണ്ട് നിൽക്കുകയാ, ദിക്ർ ചൊല്ലിക്കൊണ്ട് കഴിയുന്നതായ മനുഷ്യനാണ്, നമസ്കരിക്കുന്ന ഉമ്മയാണ്, ദീനീ ബോധമുള്ളതാകുന്ന സഹോദരനാണ്, ദിക്റും ഔറാദുമായി രാത്രിയെ ഉറക്കമൊഴിച്ചുകൊണ്ട് നിൽക്കുന്നതായ ആളാ. അങ്ങനെ അള്ളാഹുവിന് വേണ്ടി ഉറക്കമൊഴിച്ച കണ്ണുകള് നാളെ മഹ്ശറയിൽ ഒരിക്കലും നരകത്തിൽ കടക്കൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഹബീബായ നബി തങ്ങൾ ഓർമ്മപ്പെടുത്തിയില്ലയോ? റഹിമല്ലാഹു റജുലാ ഖാമ ഫിൽ ലൈൽ വഅയ്ഖദ അഹ്ലഹു ഫഇന്നബത് നളഹ ഫീ വജ്ഹിഹൽ മാ വറഹിമല്ലാഹു ഇംറഅതാ ഖാമത് ഫിൽ ലൈൽ വഅയ്ഖദത് അഹ്ലഹു ഫഇന്നബാ നളഹത് ഫീ വജ്ഹിഹിൽ മാ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പ്രിയപ്പെട്ട അനുയായികൾക്ക് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ഈ ചരിത്രം കൂടി പറഞ്ഞിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിരമിക്കുകയാണ്, ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സഹാബത്തെ സഹാബത്തെ റഹിമല്ലാഹു റജുലാ, ഒരു മനുഷ്യൻ അല്ലാഹു കരുണ ചെയ്യട്ടെ. എങ്ങനത്തെ സഹോദരൻ എന്നറിയുമോ? ഖാമ ഫിൽ ലൈൽ
നിലയിൽ രാത്രിയിൽ എണീറ്റിരിക്കുകയാണ്. എന്നിട്ട് നമസ്കരിക്കുകയാണ്. തഹജ്ജുദ് നമസ്കരിക്കുന്നതായ മനുഷ്യനാണ്. അവന്റെ പ്രിയപ്പെട്ടതാകുന്ന കുടുംബത്തെ, അവന്റെ പ്രിയപ്പെട്ട ഭാര്യയെ, അവന്റെ മക്കളെ വിളിച്ചുണർത്തുകയാ, നമസ്കരിക്കാൻ വേണ്ടി പറയുകയാണ്. സുബഹിയുടെ ബാങ്ക് വിളിക്കുമ്പോ സ്നേഹത്തോടുകൂടി വിളിച്ചുണർത്തുകയാണ്. ആ ഭാര്യ വിലങ്ങി നിൽക്കുമ്പോ എനിക്ക് സുഖമില്ല, ഞാൻ അല്പം കൂടി കടക്കട്ടെ എന്ന് കളവ് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഭാര്യയെ അവളുടെ മുഖത്ത് സ്നേഹത്തോടുകൂടി വെള്ളം തളിച്ചുകൊണ്ട് എണീപ്പിക്കുന്നതായ ഭർത്താക്കന്മാരുണ്ടോ അവർക്ക് കരുണ ചെയ്യട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാന്റെ റസൂലിന്റെ പ്രാർത്ഥനയാ. അള്ളാന്റെ റസൂലാണ് ദുആ ചെയ്തിരിക്കുന്നത്. ഉത്തരം കിട്ടാതിരിക്കോ? കിട്ടുക. അള്ളാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. എന്ത് വേണം? നിസ്കരിക്കണം. എന്ത് നിസ്കരിക്കണം? രാത്രി 2 റക്അത്ത് തഹജ്ജുദ് നമസ്കരിക്കണം. എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ, ആദ്യം പറഞ്ഞതുപോലെ, ഈ ഫിത്നയുടെ കാലഘട്ടത്തിൽ പൊട്ടിക്കറിഞ്ഞ് ദുആ ഇറക്കുക. ലാ യൻജു മിൻഹാ ഇല്ലാ മൻ ദഅക ദുആഇൽ ഗരീഖ് ഫിൽ ബഹർ. പൊട്ടിക്കറിഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് ദുആ ഇറക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇനി അള്ളാന്റെ റസൂൽ പിന്നെയും പറയും ഒരു ഹദീസ്, വറഹിമല്ലാഹു ഇംറഅത, ഒരു പെണ്ണിനും കൂടി അള്ളാഹു കാരുണ്യം ചൊരിയട്ടെ, അഥവാ ഒരു ഭാര്യയ്ക്കും അള്ളാഹു കാരുണ്യം ചൊരിയട്ടെ. എങ്ങനത്തെ ഭാര്യ എന്നറിയുമോ? ഖാമത്ത് ഫിൽ ലൈൽ, രാത്രിയിൽ അവൾ എണീക്കുകയാണ്. വയഖദത് അഹ്ലഹാ, അവളുടെ കുടുംബത്തെ അവൾ വിളിച്ചുണർത്തുകയാണ്. രാത്രി നമസ്കരിച്ചുകൊണ്ട് പൊട്ടിക്കരുത് ക്കുന്ന ഭാര്യ, അല്ലാഹുവേ ഞങ്ങൾക്ക് വീടില്ല റബ്ബേ, നല്ല വീട് നൽകണേ അല്ലാ. എന്റെ പാവപ്പെട്ട ഭർത്താവ് കിടന്നുറങ്ങുന്ന റബ്ബേ, പകലന്തിയോളം പാടത്തും പറമ്പത്തും പണിയെടുത്ത പട്ടിണി പാവമാണ്. നീ പുറത്തു കൊടുക്കണേ അല്ലാ, നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, നീ ദീർഘായുസ് നൽകണേ അല്ലാ. അപകടങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാ, ദുരിതങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, വിപത്തുകളെ തൊട്ട് കാക്കണേ അല്ലാ. പൊട്ടിക്കരയി പെണ്ണേ, പടച്ച റബ്ബിലേക്ക് മുറിഞ്ഞു വീഴ് പെണ്ണേ, അല്ലാഹു ഉത്തരം ചെയ്യുമേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ആ പെണ്ണ് നമസ്കരിച്ച് ദ്വായിരുന്നുകൊണ്ട് ഭർത്താവിനെ വിളിച്ചുണർത്തുകയാണ്. നമസ്കരിക്കാൻ വേണ്ടി പറയുമ്പോ ക്ഷീണിതനായി കിടക്കുന്ന, അലസനായി കിടക്കുന്ന ഭർത്താവ്, ഞാൻ അല്പം കൂടി ഉറങ്ങട്ടെ എന്ന് പറയുമ്പോ, എന്റെ ഭർത്താവേ നമുക്ക് സ്വർഗത്തിൽ ഒരുമിക്കണ്ടയോ? നിങ്ങളോടൊപ്പം എനിക്ക് സ്വർഗത്തിൽ ഒരുമിക്കണം, നരകത്തെ തൊട്ട് മോചനം കിട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചുണർത്തുന്നതാകുന്ന പെണ്ണില്ലയോ? ആ ഭർത്താവ് പള്ളിയിലേക്ക് പോയി നമസ്കരിച്ചാൽ റഹിമല്ലാഹു ഇംറഅത, ആ പെണ്ണിനും അല്ലാഹു കാരുണ്യം ചൊരിയുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. രാത്രി സമയത്ത് എണീറ്റിരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദ്വായിരുന്ന് നരകമോചനം കിട്ടുന്ന ആളുകളിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. 2 കണ്ണുകളെ പറഞ്ഞു, ഇനി ഒരു കണ്ണുകൂടി ഉണ്ട്. ഏതാണത്? പൊട്ടിക്കരയുന്ന പൊട്ടിക്കരയുന്ന സഹോദരൻ. വറജുലുൻ, ഒരു മനുഷ്യനാണ്, ഒരു സഹോദരനാണ്. വഅയ്നുൻ, ഒരു കണ്ണാണ്. എങ്ങനത്തെ കണ്ണെന്നറിയുമോ? രാത്രി മുഴുവനും ഇരുന്നു കൊണ്ട് കരയുന്ന കണ്ണാണ്. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറക്കമൊഴിച്ചതാകുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നരകമോചനം നൽകുന്നത് പോലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് റബ്ബിനെ ഓർത്തുകൊണ്ട് കണ്ണീര് അല്പമെങ്കിലും ഇറ്റിക്കുന്നവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ പ്രവേശിക്കൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു കൂട്ടത്തിലെങ്കിലും നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആ കൂട്ടത്തിലെങ്കിലും നമ്മൾ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു ഈച്ചയുടെ അളവിൻ പ്രകാരമെങ്കിലും കണ്ണുനീര് റബ്ബിനെ ഓർത്ത് നരകത്തെ ഓർത്തുകൊണ്ട് കരയുന്ന ആളെ അള്ളാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ പ്രവേശിപ്പിക്കൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അത് പറയാനാണ് ഞാൻ ഇത്രയും ഒങ്ങിയത്. അത് പറയാനാണ്. 3 കൂട്ടരുടെ നരകമോചനത്തെയാണ് നമ്മൾ ഇന്ന് ആകെ വിവരിച്ചത്. ഒന്ന് കണ്ണിനെ സൂക്ഷിക്കുന്ന ആള്, മറ്റൊന്ന് ഉറക്കമൊഴിച്ചുകൊണ്ട് കണ്ണ് ഇബാദത്തെടുക്കുന്ന ആള്. എങ്ങനെ ഇബാദത്തെടുക്കുക? സിനിമയും സീരിയലും കണ്ട് ഇബാദത്തെടുക്കല്ല, പിന്നെന്താ? അത് ഇബാദത്തല്ലല്ലോ.
ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ ഉറക്കൊഴിച്ച് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുക, നമസ്കാരം, ദിക്ർ, ഔറാദ്, അങ്ങനെ ഉറക്കമൊഴിക്കുക. നമ്മൾ റമദാനിലേക്ക് 27 ഇരുന്നത് പോലെ അങ്ങനെ ഉറക്കമൊഴിക്കുന്ന ഒരു കണ്ണ് നാളെ നരകത്തിൽ പ്രവേശിക്കൂല. അഥവാ കണ്ണുകൊണ്ട് ദേശം അവന്റെ ദാത്താണ്, അവന്റെ ശരീരം പ്രവേശിക്കൂല. മൂന്നാമത്തായി നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഒരീച്ചയുടെ അളവിൻ പ്രകാരമെങ്കിലും കണ്ണിൽ നിന്ന് കണ്ണുനീര് പൊടിയുന്ന ആള് ഏതൊരു മനുഷ്യനാണോ, ഒരു ഈച്ചയുടെ അളവെന്ന് പറഞ്ഞാൽ അല്പം, അങ്ങനെയെങ്കിലും കണ്ണുനീര് നരകത്തെ ഓർത്തിട്ട് കരഞ്ഞ മനുഷ്യൻ, അള്ളാഹുവിന്റെ കാരുണ്യത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് കരഞ്ഞ മനുഷ്യൻ നരകത്തിൽ കടക്കൂല എന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഇത് മൂന്നും നമ്മൾ സൂക്ഷിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു നീക്കി തരുമാറാവട്ടെ.